നമ്മുടെ പെൺകുട്ടികളെ വിളിച്ച് ചോദിക്കൂ, നിങ്ങള് അവർക്ക് ദീൻ അറിയോ? അവർക്ക് ഇസ്ലാം അറിയോ? അവർക്ക് ഇസ്ലാമിൽ അഭിമാനമുണ്ടോ? അവർക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അവർക്ക് അഭിമാനമുണ്ടോ? കോളേജിലും ക്യാമ്പസിലും പോകുമ്പോൾ ഒരു പക്ഷേ അവർ തലയിൽ തട്ടമിട്ടിട്ടുണ്ടായിരിക്കാം, അവർ വീട്ടിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇസ്ലാമിന്റെ ഒരു ആശയം പറയുമ്പോ അത് ഫെമിനിസത്തിന്, ലിബറലിസത്തിന് വിരുദ്ധമാണെങ്കിൽ അവിടെ ഇസ്ലാമല്ല ശരി, അവിടെ ഈ ഭൗതികമായിരിക്കുന്ന ഈ ചിന്താധാരകളാണ് ശരി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഒട്ടുമിക്ക മുസ്ലിം പെൺകുട്ടികളിലും കടന്ന് കയറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിഷേധിക്കാൻ നിങ്ങൾക്കാവില്ല. പെണ്ണുങ്ങൾക്ക് അടക്കം ഒതുക്കം വേണം പറഞ്ഞു ഖുർആൻ. നമ്മുടെ പെൺകുട്ടികളോട് പറയാൻ പറ്റുമോ? പോയി പണിയൊക്കാൻ പറയൂര്. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى. വീടുകളിൽ നിങ്ങൾ അടങ്ങി കഴിയണേ, ഒതുക്കമുണ്ടാകണേ എന്ന് പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പറഞ്ഞു. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. നബിയെ, വിശ്വാസിനികളായ സ്ത്രീകളോട് പറയണേ, അവരുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറയണേ, അവരുടെ അലങ്കാരങ്ങളെ ഗോപ്യമാക്കി വെക്കാൻ പറയണേ, അവരുടെ സൗന്ദര്യങ്ങളെ പ്രകടിപ്പിക്കരുതേ എന്ന് പറയണേ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വലാ യുബ്ദീന സീനതഹുന്ന. അവരുടെ അലങ്കാരങ്ങളും അവരുടെ അഴകുകളും അവർ പ്രദർശിപ്പിക്കരുതേ എന്ന് വിശ്വാസിനികളോട് പറയണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അമറല്ലാഹു അസ്സ വജൽ. അലങ്കാരങ്ങൾ അവർ പ്രകടിപ്പിക്കരുത് എന്ന് ഖുർആൻ. നമ്മുടെ പെൺകുട്ടികളോ ലിപ്സ്റ്റിക് കൊട്ടക്കണക്കിന് തേക്കുക. അവരുടെ കയ്യിലുണ്ടാവും ലിപ്സ്റ്റിക്കേ. ക്യാൻസർ വരൂലേ, കിഡ്നി അടിച്ചു പോലേ. ലിപ്സ്റ്റിക് മാത്രല്ല, പൊട്ടിയിടും, പൊട്ടി. കല്യാണ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പടച്ചോനെ പറയണ്ട, കല്യാണ പെണ്ണുങ്ങൾക്ക് അന്ന് നിസ്കാരമില്ല. എന്തുകൊണ്ടാ? ഒതുകൊടുത്താ വെള്ളം ചേരൂല. ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയിട്ട് ബ്യൂട്ടീഷ്യൻ പുട്ടിയടിച്ചു കൊടുക്കും. നമ്മള് വീടൊക്കെ പെയിന്റ് ചെയ്യണ സമയത്ത് വീടിന്റെ മോള് പുട്ടിയടിക്കില്ല എന്ന് പറഞ്ഞാൽ മുഖത്ത് പുട്ടിയാ. പിന്നെ മനോഹരമായ കണ്ണുണ്ടാവും, ആ കണ്ണിന്റെ മോളിൽ പൂച്ചക്കണ്ണിന്റെ ലെൻസും കൊണ്ടുപോയി വെക്കും. മനോഹരമായ നഖമുണ്ടാവും, ആ നഖത്തിന്റെ മുകളില് പുലിയുടെയോ സിംഹത്തിന്റെയോ ഹിംസ്ര ജന്തുക്കളുടെയോ നഖം പോലെ. നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോഴേ, നിങ്ങളുടെ അടുത്ത കുടുംബത്തിന് കല്യാണം കഴിക്കുമ്പോഴേ നടക്കുമ്പോ നിങ്ങളുടെ പെൺകുട്ടികളൊന്ന് പോയി നോക്ക്, കാണാൻ നിങ്ങൾക്ക്. ഉസ്താദിന്റെ കുടുംബത്തിലുണ്ടാവും, എന്റെ കുടുംബത്തിലല്ല, എന്റെ മക്കളൊന്നും അല്ല, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിലതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടോ പറയാം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറത്തുള്ള കുടുംബം ഉണ്ടാവുമല്ലോ. നമ്മുടെ കുടുംബം നിയന്ത്രിക്കുന്നത് നമ്മളാണെങ്കിൽ, നമ്മളെ വാപ്പയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വാപ്പ അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കൂല, നമ്മളാ കുപ്പായം അയച്ചു നോക്കൂ. ഇവിടെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. വാപ്പാന്റെ കുപ്പായുടെ യോഗ്യത ഇല്ലാത്ത കുറെ ആൾക്കാർ വാപ്പാന്റെ കുപ്പായിട്ട് നടക്കുമ്പോ കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുത്താൽ പെൺകുട്ടികൾ പറയും, ഇതെന്ത് ഇസ്ലാം? വാട്ട് ഈസ് ദി ഇസ്ലാം? വാട്ട് ഈസ് ദി ഖുർആൻ? ഇതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ലല്ലോ. കാഫറായി പോയില്ലേ, കാഫറായില്ലേ? ഇതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ കുട്ടികൾക്കൊന്നും ഈമാനില്ല, ഇസ്ലാമില്ലെന്നേ. ആരാ മാറ്റിയേ? ക്യാമ്പസുകൾ. പിന്നെ ആരാ മാറ്റിയത്? സോഷ്യൽ മീഡിയ. ജൂതന്റെ ബുദ്ധി. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഈ മൊബൈലിന്റെ ഈ ടെക്നോളജിയുടെ പിന്നിലൊക്കെ മറഞ്ഞിരിക്കുന്ന ദജ്ജാലിന്റെ കരങ്ങളുണ്ടോ എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്. ദജ്ജാൽ വമിൽ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. മുത്ത് റസൂലുള്ളാഹിയുടെ കാലം മുതൽക്ക് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദജ്ജാൽ അവസാനം വരുന്ന ആളാ. പക്ഷെ മുത്ത് റസൂലുള്ളാഹിന്റെ കാലം മുതൽക്ക് 14 നൂറ്റാണ്ടായിട്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുക. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപേക്ഷിക്കൽ കറാഹത്തായിട്ടുള്ള പ്രാർത്ഥനയാ. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും ആ ദുആ ഒഴിവാക്കരുതെന്നാണ്. ആ ദുആ ഒഴിവാക്കൽ കറാഹത്താണ്. നമ്മൾ സാധാരണ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത്, കറാഹത്ത് വരും.
മിനിമം ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ അഞ്ച് കാര്യത്തെക്കുറിച്ച് അല്ലാഹുവിനോട് അഭയം തേടൽ. അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. പടച്ചവനെ, ഖബറിന്റെ അദാബ് ഏറ്റവും ഭയാനകരമായി നമ്മളെ നേരിടേണ്ടി വരുന്ന വല്ലാത്തൊരു ആപൽക്കരമായ അവസ്ഥയാണ് ഖബറിന്റെ അദാബ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ ഖബറിന്റെ അദാബിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും നാശപരീക്ഷണങ്ങളിൽ നിന്ന്, വമിൽ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് 14 നൂറ്റാണ്ടായിട്ട് മുഹമ്മദ് മുസ്തഫയുടെ ഉമ്മത്തിനെ കൊണ്ട് മുഹമ്മദ് മുസ്തഫ പറയിച്ചു കൊണ്ടിരിക്കുകയും ഒരൊറ്റ സുന്നത്ത് നിസ്കാരത്തിൽ പോലും ആ നിസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് കർമ്മശാസ്ത്രം നമ്മളോട് പറയുകയും ചെയ്തുവെങ്കിൽ ഫിത്നത്തുൽ മസീഹുദ് ദജ്ജാലിന്റെ നാശം അവസാന കാലത്ത് മാത്രമല്ല, ഈ കാലത്തും ചില നാശങ്ങളൊക്കെ മറയ്ക്ക് പിന്നിലിരുന്ന് ഉണ്ടാകാം. നിയന്ത്രിക്കുന്നവനാണോ അല്ലാഹു അലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ശ്രദ്ധിക്കണം, നിയന്ത്രിക്കണം. സമയമൊക്കെ നഷ്ടപ്പെടുത്തരുത്, സമയം കൊല്ലരുത്. സാധനങ്ങളൊക്കെ ഉപയോഗിച്ചോ, നല്ല നിലയ്ക്ക് യൂട്ടിലൈസ് ചെയ്തോ. എന്തൊരു സാധനം നമുക്ക് നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്താം, അല്ലാതെ ഉപയോഗപ്പെടുത്താം. ഞാൻ വാദിന്റെ കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മോമാലിക്ക എന്നെ വിളിച്ച് ബുക്ക് ചെയ്തത് മൊബൈലിലൂടെയാണ്. 10-15 കൊല്ലം മുമ്പൊക്കെ അന്ന് മോമാലിക്കൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അന്ന് ഫോണില്ല, അന്ന് വീട്ടിൽ വരുമായിരുന്നു. ഇപ്പൊ സൗകര്യം ഗൂഗിൾ മാപ്പ് അയച്ചെന്ന്. ഗൂഗിൾ മാപ്പിന്റെ ആവശ്യം നമുക്കറിയാം. എന്തു ഇതിനകത്തിന് ഞാനിങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഇപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്താ പ്രസംഗിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചു. വിഷയമില്ലാത്തതുകൊണ്ട്, വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു തയ്യാറെടുപ്പുണ്ടാവും. അപ്പൊ ഞാൻ എന്താ പറയാന്നിങ്ങനെ ആലോചിച്ചപ്പോ പെട്ടെന്നൊരായത്തിന്റെ, ഒരു ഹദീസിന്റെ തുടക്കം ഇങ്ങനെ ഓർമ്മയുണ്ട്, ബാക്കി ഓർമ്മയില്ല. ഗൂഗിൾ ചെയ്തു, ഹദീസ് കിട്ടി, തഫ്സീർ കിട്ടും, കിതാബുകൾ കിട്ടും, എല്ലാം കിട്ടും. നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലും കിതാബ് നോക്കേണ്ടത്, വായിക്കേണ്ടത് ഈ റീഡിംഗ് അല്ല. കിതാബ് ശരിക്കും ബുക്ക് റീഡിംഗ് ആവണം. അതിലാണ് ഇൽമു കിട്ടുള്ളൂ, അല്ലെങ്കിൽ വിവരം കിട്ടുള്ളൂ. വിവരം ഇൽമു രണ്ടാണ്. ഇൻഫർമേഷൻ വേറെ, നോളജ് വേറെ, വിസ്ഡം വേറെ. വിവരം വേറെ, അറിവ് വേറെ, വിജ്ഞാനം വേറെ, തിരിച്ചറിവ് വേറെ. ഇൻഫർമേഷൻ കിട്ടുന്നതിലൂടെ അറിവ് കുറവാണ്. കിട്ടൂല എന്നല്ല, കുറവാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശുഗ്ലക ഫറാക ഖബല ശുഗ്ലിക, ജോലി തിരക്കിന് മുമ്പായിട്ട് നിങ്ങൾ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തണേ. പിന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാമ്പത്തികമായ പ്രതിസന്ധി വരുന്നതിന് മുമ്പ് നിങ്ങൾ സാമ്പത്തികാവസ്ഥയെ ഉപയോഗപ്പെടുത്തണേ. മുഹമ്മദ് മുസ്തഫ എപ്പോഴും സാമ്പത്തികമായ അവസ്ഥ നിലനിൽക്കണമെന്നില്ല. സാമ്പത്തികമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നനാകണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥ പോലും എന്നുമെന്നും നിലനിൽക്കണമെന്നില്ല. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ പാവപ്പെട്ടവനാകാം, ഇന്നത്തെ പാവപ്പെട്ടവൻ നാളത്തെ സമ്പന്നനാകാം. മാളിക മുകളിലേറിയ മല്ലന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്ന തുമ്പവാൽ, മാളിക മുകളിലേറിയ മല്ലന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്ന തുമ്പവാൽ എന്ന് ജ്ഞാനപ്പാനയിൽ പൂന്താനം പാടിയതുപോലെ, ഇന്ന് മാളികപ്പുറത്ത് താമസിക്കുന്നവൻ നാളെ ചെറ്റക്കൂരയിലേക്ക്, വാടക വീട്ടിലേക്ക് താമസം മാറേണ്ടി വരാം. എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതേ സമയത്ത് ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന എത്രയെത്ര ആളുകളാണ് സമ്പന്നരായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് വരട്ടെ, നമുക്ക് സദഖ ചെയ്യാം, വരട്ടെ നമുക്ക് പിന്നീട് സംഭാവന ചെയ്യാം, വരട്ടെ പിന്നീട് നമുക്ക് വഖഫ് ചെയ്യാം, വരട്ടെ പിന്നീട് നമുക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ. സാമ്പത്തികമായ സൗകര്യമുള്ള സമയത്ത് ആ സാമ്പത്തിക സൗകര്യത്തെ ഉപയോഗപ്പെടുത്തണേ. ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ, ആരംഭ പൂവിനോട് ഒരു സഹാബി ചോദിച്ചു, അയ്യു സ്വദഖത്തി അഅലമു അജ്റൻ യാ ഹബീബല്ലാഹ്,
ഏറ്റവും പുണ്യമുള്ള സദഖ ഏതാണ് നബിയേ? ഏറ്റവും പ്രതിഫലമുള്ള സദഖ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി പറഞ്ഞത് അൽ തസദ്ദഖ വ അൻത സഹീഹുൽ ശഹീഹ്. നല്ല ആരോഗ്യമുള്ള സമയത്ത്, നല്ല സൗകര്യമുള്ള സമയത്ത്, ദുനിയാവിനോട് നിനക്ക് താല്പര്യവും ഇഷ്ടവുമുള്ള സമയത്ത്, സാമ്പത്തികമായ അഭിവൃദ്ധി നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും പ്രതിഫലമുള്ള സദഖ എന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ചൊല്ലിക്കോളൂ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ പൂനിലാവേ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാര മുഹമ്മദ് മുസ്തഫ, ആശിഖീങ്ങളുടെ മലവനയിലെ താരകമേ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ മണവാളനെ മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ജീവിക്കുന്ന 140 കോടി 160 കോടി മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ആവേശമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത്, ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുമ്പോൾ, സമ്പത്തിനോട് വല്ലാത്ത താല്പര്യമുണ്ടാകുമ്പോൾ, മനസ്സ് കൊടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, ആ സമയത്ത് നാളെ ആഖിറത്തിലേക്കുള്ള ഡെപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നല്ല അവസരത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും പുണ്യമുള്ള സ്വതക്കയെന്ന് ആരംഭ റസൂലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആരോഗ്യമുള്ള സമയത്ത്, സാമ്പത്തികമായ സൗകര്യമുള്ള സമയത്ത് ആ അവസ്ഥയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. അഞ്ചാമതായിട്ട് റസൂലുള്ള പറഞ്ഞു വഹയാതക ഖബല മൗതിക. എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല, ആർക്കാണ് എപ്പോഴാണ് അറ്റാക്ക് സംഭവിക്കുക എന്നറിയില്ല, എപ്പോഴാണ് സ്ട്രോക്ക് വരിക എന്നറിയില്ല, എപ്പോഴാണ് ആക്സിഡന്റ് സംഭവിക്കുക എന്നറിയില്ല, എപ്പോഴാണ് കുഴഞ്ഞു വീഴുക എന്നറിയില്ല. കോവിഡിന് ശേഷം പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. 40കളിലുള്ള ചെറുപ്പക്കാർ എത്രയോ പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 50കൾ കഴിയുമ്പോഴേക്ക് മരിക്കുകയാണ്. എത്രയെത്ര ചെറുപ്പക്കാരാണ് പ്രിയപ്പെട്ടവരെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. വകമിൽ സഹീഹിൽ മാത മിൽ ഗൈരി അല്ലതി وكمل سقيم الآشا دهرا إلى دهري تؤمل في الدنيا فإنك لا تدري إذا جل ليل الهل تعيش إلى الفجر. നേരം വെളുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ്, ഒരുപാട് സ്വപ്നങ്ങളാണ്, ഭാവിയെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളാണ്. പക്ഷെ സന്ധ്യയാകുമോ എന്നറിയില്ല, ആഗ്രഹങ്ങൾ സഫലീകൃതമാകുമോ എന്ന് പറയാൻ പറ്റില്ല. എത്രയെത്ര രോഗികളാണ് അവർ പിന്നെയും പിന്നെയും ജീവിക്കുകയാണ്. അതേ സമയത്ത് ആരോഗ്യ ദൃഢഗാത്രരായ എത്ര ചെറുപ്പക്കാരാ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഖിയാമത്തിന്റെ ലക്ഷണമായിട്ട് മൗത്തുൽ ഫുജാ, പെട്ടെന്നുള്ള മരണം ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലോകാവസാനത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നാളെ നേരം വെളുക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരംഭ റസൂൽ പറഞ്ഞത്, സ്വല്ലി സ്വലാത്ത് മുവദ്ദിഇൽ ഇദാ ഖുംത ഇല സ്വലാത്തി ഫസ്വല്ലി സ്വലാത്ത് മുവദ്ദിഇൽ. ഏതൊരു നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാലും ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന വിചാരമുണ്ടാകണേ മുഹമ്മദ് മുസ്തഫ. ഒരു സഹാബി റസൂലുള്ളാഹിനോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു മൂജസായ ഒരു ഉപദേശം നൽകണം, വളരെ കുറഞ്ഞ ഉപദേശമായിരിക്കണം, അർത്ഥപൂർണമായ വസിയത്തിനോട് ചെയ്യാമോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ ആരംഭ റസൂല് പറഞ്ഞു, മോനെ ഇദാ ഖുംത ലിസ്സലാത്തി ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇ. നീ നിസ്കരിക്കാനുള്ള ഇതിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് നിസ്കരിക്കണം. ഇന്ന് ഞാൻ ഇശാ നിസ്കരിച്ചത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ ബാബനോ എന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിലാണ്. അല്ലാഹു തആല സഹോദരന് ഖൈറും ബറക്കത്തും നൽകട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഇശാ നിസ്കരിച്ചപ്പോൾ
നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഈ ഹദീസ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇദാ ഖംത ഇലസ്സലാ, പടച്ചവനെ ഒരു പക്ഷേ നാളെ ഇന്ന് ഞാൻ വഴല് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് അറ്റാക്ക് ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. സാധാരണ അറ്റാക്ക് ഉണ്ടാകുന്ന സമയം പുലർച്ചെ സമയമാണ്. ഒരു 4 മണി 4:30 മണിയുടെ സമയമാണ് സാധാരണ അറ്റാക്ക് കൂടുതലുമായിട്ടുണ്ടാകുക എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്ക് അറ്റാക്ക് ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. എന്റെ കൂടെ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിച്ചിരുന്ന മുഹമ്മദ് ഫൈദി എന്ന പേരായ ഒരു സുഹൃത്ത്, അതേ ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ, ഇതേ സമയത്ത് 4 മണി സമയത്താണ് ഒരാരോഗ്യത്തിന് ഒരു കേടുമില്ലാതിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവിലേക്ക് യാത്രയായത്. അങ്ങനെ എത്ര സുഹൃത്തുക്കളാ എന്റെ മരിച്ചു പോയിട്ടുള്ളത്. ഞാൻ ഇന്ന് ആലോചിച്ചൊരു പക്ഷേ തമ്പുരാനേ, ഇതിന്റെ അവസാനത്തെ ഇശായാകാം, ഇതിന്റെ അവസാനത്തെ റുകൂആകാം, ഇതിന്റെ അവസാനത്തെ സുജൂദാകാം. തമ്പുരാനെ, എന്റെ മുഖം നാളെ ഒരു പക്ഷേ നിന്റെ മുന്നിൽ പായിൽ വെച്ച് സുജൂദിൽ വെച്ച് അല്ലാഹുവേ നിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് അത്യുന്നതനായ നാഥാ നിനക്ക് സ്തുതിയല്ല എന്ന് പറയാൽ ഒരു പക്ഷേ നാളെ എനിക്ക് ആയുസ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടല്ല അവസാനത്തെ സുജൂദാകാം എന്ന് ഇന്നത്തെ ഇശാ നിസ്കാരത്തിൽ പോലും എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. റബ്ബ് ഖബൂലാകട്ടെ. അങ്ങനെ ഓരോ നിസ്കാരത്തിലും നമുക്ക് ഓർമ്മ വേണം, ഇതിന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമെന്ന്. അങ്ങനെ ആയാൽ എന്താ ഗുണം? ആ നിസ്കാരത്തിന് നല്ല ഖുശൂ ഉണ്ടാവും. ഇത് നമുക്കങ്ങനല്ല. നമുക്ക് നിസ്കരിക്കാൻ നിന്നാലാണ് ലോകത്തുള്ള എല്ലാ ചിന്തകളും കടന്നു വരും. നിസ്കരിക്കാൻ നിന്നാല് വേൾഡ് കപ്പില് ഇന്ന് ഏതാ കളി? അർജന്റീന ഗോൾ അടിക്കോ? ബ്രസീൽ അടിക്കോ? ആരോ ജയിക്കുക? നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ബേജാറാണ്. കച്ചവടക്കാർക്കാണെങ്കിൽ കച്ചവടത്തിന്റെ ചിന്തയാണ്, രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ആലോചനയാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരാ. വയറെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ നാളെ ഇപ്പൊ വയറെന്ന് പറയേണ്ട വിഷയം ധരിക്കും, എന്താ പറയാ, അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ വരും ചിലപ്പോ. നമ്മുടെ ജീവിതത്തിന്റെ മർമ്മം എന്താ? ജീവിതത്തിന്റെ മർമ്മം എന്താ? അള്ളായിട്ടുള്ള ബന്ധമല്ലേ? അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ ബന്ധത്തിന്റെ അവസരം എന്താ? അള്ളാഹുവായിട്ട് നടത്തുന്ന മുനാജാത്തല്ലേ? മുനാജാത്ത് നിസ്കാരമല്ലേ? നിസ്കാരമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ആ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മൈൻഡ്ഫുൾനെസ് ഇല്ലാതെ, മനസ്സാന്നിധ്യമില്ലാതെ അവിടെയും ഇവിടെയും ചിന്തിച്ച് നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം സഹോദരങ്ങളെ? റൂഹില്ലാത്ത നിസ്കാരം. ഇമാം ഗസാലി പറഞ്ഞതുപോലെ റൂഹില്ലാത്ത നിസ്കാരം. തുണിക്കടയിൽ പോയാൽ, ഈ തുണിക്കടയിൽ ഈ ബൊമ്മയെ കണ്ടിട്ടില്ലേ? പ്രതിമകൾ അല്ലേ? എന്തായാലും പറയാ, തുണിക്കടയിൽ ജൗളിക്കടയിലൊക്കെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂലേ? നല്ല ചെറുപ്പക്കാരുടെ പോലെ നല്ല പാൻറ്റൊക്കെ ഇട്ടിട്ട്, പെൺകുട്ടികളാണെങ്കിൽ നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട്. ജീവനുണ്ടോ? രൂപം. ഇതുപോലെയാണ് ഖുശൂ ഇല്ലാത്ത നിസ്കാരം. കേവലം ജൗളിക്കടയിലെ രൂപങ്ങൾ പോലെയുള്ള കേവലം ബാഹ്യമായ രൂപങ്ങളാണ് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവനില്ലാത്ത ബൊമ്മകളായിട്ട് നമ്മുടെ നിസ്കാരങ്ങൾ മാറരുത്. ഖുശൂ ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം, അല്ലാഹ് എന്ന ബോധം ഉണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അല്ലാഹ് എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം എന്ന വിചാരമുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു നിസ്കാരം അങ്ങനെ ആവുകയും ചെയ്യും. മിക്കവാറും അങ്ങനെ ആവില്ല, പക്ഷെ ഒരു ദിവസം ഒരു നിസ്കാരം. അള്ളാഹു നമുക്ക് മരണം വരെയും മറ്റ നിസ്കാരം പോലും നഷ്ടപ്പെടാതെ അവസാനത്തെ നിസ്കാരവും നിർവഹിച്ച അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വുദൂഓടുകൂടെ ഈമാനോടുകൂടെ അള്ളാഹുവിലേക്ക് സന്തോഷവാന്മാരായി മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന് മുമ്പ് ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മരണം എപ്പോഴാണ് വരികയെന്നറിയില്ല. ജീവിതമെന്ന് പറഞ്ഞാൽ യു ലൈവ് വൺസ് ഓൺലി, ഒരിക്കൽ മാത്രമുള്ള ഗോൾഡൻ ചാൻസ്. നഷ്ടപ്പെടുത്തരുത്. കഴിഞ്ഞു. ഇതാണെന്ന് പറയാനുള്ള മെസ്സേജ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഈ ചിന്തയുള്ളവരായിരുന്നു മഹാരഥന്മാർ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ ഈ ചിന്തയിൽ ജീവിച്ചവരാണ്,
ഈ ചിന്ത മറ്റുള്ളവർക്ക് പകർന്നു തന്നു വരുവാൻ. അവരുടെ പേരിൽ നമ്മൾ സംഗമിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം ഇത്തരം ചിന്തകൾ നമുക്കുണ്ടാവുക എന്നതാണ്. ഇല്ല ലില്ലാഹി ഇബാദൽ ഫുതനാ طلقوا الدنيا وخافوا الفتنة لظروا فيها فلما علموا أنها ليست لحي الوطن جعلوها لجة فاتخذوا صالح الأعمال فيها سفنا. എൻ്റെ 12 വയസ്സുള്ള കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അടുത്തിരുന്ന് ഞാൻ റിയാദ് സാലിഹീൻ ഓതിയപ്പോൾ അന്ന് ഞാൻ ഓതിപ്പടിച്ച ബൈത്താണ്, അന്ന് ഞാൻ കാണാതെ പഠിച്ച മനപ്പാഠമാക്കിയ ബൈത്തുകളാണ്. എൻ്റെ 13ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഓതുന്ന പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ, ജുമഅക്ക് ശേഷം ഞാൻ പ്രസംഗിച്ചപ്പോൾ 12 വയസ്സിലാണ് മക്കളെ, നിങ്ങളെപ്പോലെ മുതഅല്ലിമായിരുന്ന കാലത്ത് എന്നെക്കാളും വലിയൊരു തലപ്പാവം ധരിച്ചിട്ട് ഞാൻ ഓതുന്ന പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖതീബായിരിക്കുന്ന മുദരിസായിരിക്കുന്ന പള്ളിയില് എന്റെ പിതാവിൽ നിന്ന് ഖബറിലാണ്. അല്ലാഹുവേ, എന്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ പ്രകാശിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സദസ്സിന്റെ ഈ സംസാരത്തിന്റെ മിസ്ല സവാബ് എന്റെ പിതാവിന്റെ അതുപോലെ ഞങ്ങളുടെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഹദറാത്തിലേക്ക് അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്തിരുന്ന് ഞാനന്ന് റിയാദ് സാലിഹീൻ ഓതിയപ്പോൾ അന്ന് ഞാൻ പഠിച്ചിരുന്ന ബൈത്ത് 12ാമത്തെ വയസ്സിൽ ഞാൻ വഅദ് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ട് വഅദ് പറഞ്ഞതാണ്. ഇന്ന് 52ാമത്തെ വയസ്സിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ റൂഹ് ഉൾക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. 12ാമത്തെ വയസ്സിൽ ഞാനത് പാടിയപ്പോൾ അതിന്റെ റൂഹ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ആശയം വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നില്ല. ഇന്ന് ഞാൻ 50കൾ പിന്നിട്ടിരിക്കുമ്പോൾ ഞാൻ നല്ല പോലെ അറിയുന്നുണ്ട്. ഇല്ല ലില്ലാഹി ഇബാദൽ ഫുതനാ طلقوا الدنيا وخافوا الفتنة. അള്ളാഹുവിന് ചില ബുദ്ധിമാന്മാരായ ദാസന്മാരുണ്ട്. യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് കോൺഷ്യന്റ് ഉള്ള നല്ല ബുദ്ധിമാന്മാർ, യഥാർത്ഥത്തിലുള്ള ബുദ്ധിയുള്ള ആളുകൾ അല്ലാഹു തആലയുടെ ഔലിയാക്കന്മാരാണ്. ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി അവർ കൂലങ്കശമായി ചിന്തിച്ചപ്പോൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് മനസ്സിലായി, ബുദ്ധിമാന്മാർക്ക് മനസ്സിലായി, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മനസ്സിലായി, ഈ ദുനിയാവിലെ ജീവിതം എന്തുമൊന്നും ജീവിക്കാനുള്ളതല്ലെന്ന്, കുറച്ചു കാലം മാത്രമേ ഉള്ളൂവെന്ന് നിരന്തരമായ ഖുർആൻ പറയുന്നുവെന്ന്. മതാഉൽ ഖലീൽ മതാഉൽ ഖലീൽ മതാഉൽ ഖലീൽ, തുച്ഛം കാലത്തെ ആസ്വാദനമാണ്, വിഭവമാണെന്ന് നിരന്തരമായ ഖുർആൻ പറയുന്നുവല്ലോ. ലാ യഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ വഞ്ചിക്കുന്ന ദുനിയാവ് മനുഷ്യരെ നിങ്ങൾ വഞ്ചിക്കരുത്. എന്റെയും നിങ്ങളുടെയും ജീവൻ ഏതൊരു അല്ലാഹുവിന്റെ കയ്യിലാണോ ആ റബ്ബായ മാലിക്കായ അല്ലാഹയാണ് പറയുന്നത്. ഫലാ യഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ഈ ദുനിയാവ് നിങ്ങളെ കബളിപ്പിക്കാതിരിക്കട്ടെ. ഈ ദുനിയാവ് വഞ്ചിക്കുന്ന ചരക്കാണെന്ന് ഖുർആൻ. അതേ ബുദ്ധിമാന്മാർക്ക് മനസ്സിലായി ദുനിയാവെന്ന് പറയുന്നത് അധിക കാലമില്ല, ഇത് കുറച്ചു കാലമുള്ളൂ എന്നവർക്ക് മനസ്സിലായപ്പോൾ ദുനിയാവിനെ അവർ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി, ദുനിയാവിനെ അവർ ഖൽബിൽ നിന്ന് ഇറക്കി വിട്ടു. ദുനിയാവ് പക്ഷേ അവരുടെ കൂടെ വന്നിട്ടുണ്ടാകാം, ദുനിയാവ് അവരുടെ കൂടെ നടന്നിട്ടുണ്ടാകാം, പക്ഷെ ദുനിയാവിനെ ഔലിയാക്കന്മാര് ഖൽബിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയതാണ്. ഈ ഒരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഈ ദുനിയാവ് ശാശ്വതമല്ല മോനെ, ഈ
ദുനിയാവിന്റെ പളപളപ്പ് കണ്ട്, ഈ ദുനിയാവിന്റെ വർണ്ണപ്പരിമ കണ്ട് വഞ്ചിക്കപ്പെട്ടു പോകണ്ട മോളെ. സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന പ്രോഗ്രാമുകൾ കണ്ട്, ഫംഗ്ഷൻ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന കാഴ്ചകൾ കണ്ടിട്ട് ലിബറലിസം തലക്ക് പിടിച്ചിട്ട് ഫെമിനിസത്തിന്റെ ചിന്താഗതി കടന്നുകൂടിയിട്ട് അള്ളാഹുവിന്റെ ദീനിനോട് പുച്ഛം തോന്നിയിട്ട് അള്ളാന്റെ ദീനിനോടുള്ള താല്പര്യം കുറഞ്ഞിട്ട് ഈമാനില്ലാതെ ജീവിച്ചാൽ മോളെ എപ്പോഴാണ് തലക്കകത്ത് ക്യാൻസർ വരിക എന്നറിയില്ല, എപ്പോഴാണ് ട്യൂമർ വരിക എന്നറിയില്ല, എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. പൊല്ലുമോനെ പൊല്ലുമോളെ ഒരു ദിവസം വരാനുണ്ട്. അതേ പള്ളിക്കാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ദിവസം വരാനുള്ളെന്ന് മറക്കല്ലേ. കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി കൂട്ടിച്ചോമലതിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി ഒരു ദിനമുള്ളൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര. സ്വന്തക്കാരെല്ലാം എവിടെ, ബന്ധുക്കളുണ്ടോ കൂടെ? കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി കൂട്ടിച്ചോമലതിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമയിൽ ചൊല്ലിയിട്ട് സുന്ദൂക്കിനകത്ത് കയറ്റി വെച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആറിനടിയിൽ ആറടി മണ്ണിനടിയിലേക്ക് താഴ്ത്തി വെക്കപ്പെടാനുള്ളവരാണ് നമ്മളെന്ന ഓർമ്മ നഷ്ടപ്പെട്ടു പോകരുതേ. അള്ളാഹു നമുക്ക് നമ്മുടെ ഖൽബ് തുറന്നു തരട്ടെ.